വിവിധ പ്രദേശങ്ങളിൽ ജനങ്ങൾ ദേശീയപാത ഉപരോധിച്ചു. തമിഴ്നാടുമായുള്ള പാട്ടക്കരാർ പ്രതീകാത്മകമായി കത്തിച്ചുകൊണ്ടായിരുന്നു ചില സ്ഥലങ്ങളിൽ ജനങ്ങൾ പ്രതിഷേധം നടത്തിയത്. യുഡിഎഫും എൽഡിഎഫും ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണമാണ്. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ ശാശ്വത പരിഹാരമുണ്ടാകണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി ജില്ലയിൽ എൽഡിഎഫും യുഡിഎഫും ഹർത്താൽ ആചരിക്കുന്നു. ഹർത്താലിനെ തുടർന്ന് ദേശീയപാതയിൽ കിലോമീറ്ററുകളോളം വാഹനം തടഞ്ഞിട്ടിരിക്കുകയാണ്. ജില്ലയിലെ 4 അന്തർ സംസ്ഥാന ചെക്ക് പോസ്റ്റുകൾ 5 മണിക്ക് തന്നെ സമരസമിതി പ്രവർത്തകർ ഉപരോധിച്ചു. വാഹനങ്ങളൊന്നും നിരത്തിലിറങ്ങിയില്ല. ജില്ലയിൽ പ്രധാനമായും 3 കേന്ദ്രങ്ങളിലാണ് സമരം നടക്കുന്നത്. അന്തർ സംസ്ഥാന അതിർത്തിയായ കുമളിയിൽ ഇടതുമുന്നണിയും യുഡിഎഫും വെവ്വേറെ പ്രകടനങ്ങളും ധർണയും നടത്തി. ഇവിടെ രാവിലെ മണിക്കൂറുകളോളം അയ്യപ്പ ഭക്തരുടെ വാഹനം തടഞ്ഞിട്ടിരുന്നു. ഇപ്പോൾ 10 മിനിറ്റ് ഇടവിട്ട് ശബരിമലയിലേക്കുള്ള തീർത്ഥാടകരുടെ വാഹനം കടത്തിവിടുന്നുണ്ട്. വണ്ടിപ്പെരിയാറിലും ശക്തമായ സമരമാണ് നടക്കുന്നത്. വണ്ടിപ്പെരിയാറിൽ ഇടതുവലതു മുന്നണികൾക്ക് പുറമെ തോട്ടം തൊഴിലാളികളും കുടുംബശ്രീ പ്രവർത്തകരും സമരത്തിനിറങ്ങി. വെള്ളക്കാവിൽ 2 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ സമരവും നടക്കുന്നു. കുമളി സ്വദേശിയായ ഷാജി ചെക്ക് പോസ്റ്റിൽ റോഡിൽ കിടന്നുകൊണ്ട് റോഡ് ഉപരോധിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലം തേനി ദേശീയപാതയിൽ ശയനപ്രദക്ഷിണം നടത്തി. മൂന്നാർ, നെടുകണ്ടം, തൊടുപുഴ, അടിമാലി, കട്ടപ്പന എന്നിവിടങ്ങളിലും വലിയ ബഹുജന പങ്കാളിത്തമുള്ള സമരമാണ് നടക്കുന്നത്. തൊടുപുഴയിൽ അഭിഭാഷകർ കോടതി നടപടികൾ ബഹിഷ്കരിച്ച് സമരത്തിൽ പങ്കെടുത്തു. കുമളിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പാട്ടക്കരാറിന്റെ കോലം കത്തിച്ചു. മുല്ലപ്പെരിയാറിൽ നിന്നുള്ള ജലത്തിനും വൈദ്യുതിക്കും വേണ്ടി തമിഴ്നാട് പിടിവാശി തുടരുമ്പോൾ ജീവനും നിലനിൽപ്പിനും വേണ്ടിയുള്ള കേരളത്തിന്റെ ധർമ്മസമരം വിജയിക്കണമെങ്കിൽ ഭരണകൂടവും കോടതിയും കനിയണം. അന്തർ സംസ്ഥാന അതിർത്തിയായ കുമളിയിൽ നിന്നും തങ്കച്ചൻ പീറ്റർ, ഇന്ത്യ വിഷൻ.